നീതീകരണം. അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കുന്നു. അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ കർത്താവ് വെറുതെ വിട്ടയക്കുന്നു. അപ്പൊ ഈ രക്ഷയും നീതീകരണവും സൗജന്യമാണ് കേട്ടോ. നമ്മുടെ പെർഫോമൻസ് കൊണ്ടൊന്നും കിട്ടുന്നതല്ലത്. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചതുകൊണ്ടും പുത്രൻ വില മുടക്കിയത് കൊണ്ട്, പ്രൈസ് അടച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. മനസ്സിലാവുന്നോ? എന്നാൽ ഇതൊരു സത്യമായ കാര്യമാണ്. അതിനകത്ത് ആരും എൻ്റെ കഴിവുകൊണ്ടാണെന്നൊന്നും പറഞ്ഞേക്കരുത്. കർത്താവിൻ്റെ കൃപയാണത്. ഞാൻ രക്ഷിക്കപ്പെട്ടാൽ, ഞാൻ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം എന്നെ നീതീകരിച്ചതും ദൈവം എന്നെ രക്ഷിച്ചതും സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ്. തൻ്റെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുവീൻ എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ എന്നെ നീതീകരിച്ചത് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടത് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, സൗജന്യമായിട്ടാണ്. ദൈവത്തിൻ്റെ കൃപയാണ്. രക്ഷിക്കപ്പെട്ടവർ, നീതീകരിക്കപ്പെട്ടവർ ഇന്ന് രാത്രി തിരിച്ചറിയണം. ബൈബിൾ പറയുന്നു, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം പകരം കൊടുക്കുവാൻ. വിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് ഒത്തവണ്ണം പ്രാപിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. മറക്കല്ല, എല്ലാവരും ഇത് പറഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ സുവിശേഷത്തിന്റെ സത്യം പ്രസംഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇത് പറയുന്നു. പ്രവൃത്തി കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്, പ്രവൃത്തി കൊണ്ടല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് എനിക്കൊരു പ്രവൃത്തിയും ഇല്ലെങ്കിലും ഞാൻ ചുമ്മാ അങ്ങ് കർത്താവിൽ വിശ്വസിച്ച് നടന്നാൽ ഞാൻ അങ്ങ് നിത്യതയിൽ എത്തുമെന്ന് ആരും ചിന്തിക്കരുത്. ഇന്ന് രാത്രി ഈ സത്യം മനസ്സിലാക്കുക. കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേൽക്കുന്ന നാഴികയുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ആ ന്യായവിസ്താര സഭയിൽ നാം നിൽക്കുമ്പോൾ എൻ്റെ പ്രവർത്തികൾ ദൈവം കണക്കിടും. എൻ്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം എന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന സത്യം ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം.